കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് ഗവർണറുടെ നീക്കം. സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ ആവശ്യപ്പെട്ടു. അടിയന്തരമായി പ്രതിനിധിയെ നൽകണമെന്നാണ് കത്ത്. സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റുന്ന ബിൽ ഒപ്പിടാത്തതിനെതിരെ സുപ്രീംകോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ നിർദ്ദേശം അംഗീകരിക്കേണ്ട നിലപാടിലാണ് സർക്കാർ. വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലറുടെ അധികാരങ്ങൾ ഉറപ്പിക്കുന്ന കണ്ണൂർ സർവകലാശാല കേസിലെ വിധി, സെനറ്റ് പുനഃസംഘടന പൂർത്തിയായ സാഹചര്യം, ഇതെല്ലാം മുൻനിർത്തിയാണ് പുതിയ വിസിയെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ വീണ്ടും നീക്കം ആരംഭിച്ചത്. ഡൽഹിക്ക് പോകും മുൻപ് താൽക്കാലിക വിസിക്ക് നൽകിയ കത്തിലാണ് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന ഗവർണറുടെ നിർദ്ദേശം. ചാൻസലർ, UGC അടങ്ങുന്ന 3 അംഗ സമിതി നൽകുന്ന ലിസ്റ്റിൽ നിന്നാണ് ചാൻസലർ വിസിയെ നിയമിക്കുക. സെനറ്റ് യോഗം ചേർന്ന് സർവകലാശാലയ്ക്ക് പുറത്തുള്ള അക്കാദമിക വിദഗ്ധനെ പ്രതിനിധിയായി നൽകണമെന്നാണ് കത്തിൽ പറയുന്നത്. കത്ത് താൽക്കാലിക വിസി ഡോക്ടർ മോഹനൻ കുന്നുമൽ രജിസ്ട്രാർക്ക് കൈമാറി. എന്നാൽ ഗവർണറുടെ നിർദ്ദേശം പൂർണ്ണമായും തള്ളുകയാണ് സർക്കാർ. 3 അംഗ സെർച്ച് കമ്മിറ്റിയുടെ എണ്ണം 5 ഉയർത്തുന്ന ബില്ലൊപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. മാത്രമല്ല, UGC ചട്ടപ്രകാരം ചാൻസലർക്ക് സെർച്ച് കമ്മിറ്റിയുടെ ഘടന നിശ്ചയിക്കാൻ ഒരധികാരവുമില്ല. ഈ സാഹചര്യത്തിൽ ഗവർണറുടെ ആവശ്യം പരിഗണിക്കേണ്ടതില്ലെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട്. സംസ്ഥാനത്തെ 9 സർവകലാശാലകളിൽ വിസിമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. വിസി നിയമനം നടക്കാത്തത് തന്റെ വീഴ്ച മൂലമല്ലെന്ന് ഹൈക്കോടതിയിൽ സ്ഥാപിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഗവർണറുടെ കത്ത്. അതേസമയം അപൂർണമായ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ വിസിയെ നിയമിച്ചാലും അത് നിലനിൽക്കില്ലെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ ശരത് കെ ശശി, റിപ്പോർട്ടർ, തിരുവനന്തപുരം.